ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ഓണം പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരിക്കുള്ളൂ അല്ലേ? അപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ സയൻസിൽ 6 ചാപ്റ്റർ ആണ് ഉള്ളത്. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സയൻസ് 2. അതിൽ ജോഗ്രഫി ഒന്നാമത്തെ ചാപ്റ്റർ. നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്ററിന്റെ പേര് എല്ലാവർക്കും അറിയാലോ, സീസൺ ആൻഡ് ടൈം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഋതുഭേദങ്ങളും സമയവും. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ അത്യാവശ്യം ഒരു വലിയ മാർക്കിനുള്ള ചോദ്യങ്ങളും നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ ചെറിയ മാർക്കിനുള്ള 1 മാർക്കിന്റെ ഒക്കെ ചോദ്യങ്ങളൊക്കെ ഇതിൽ വരാറുണ്ട്. വെയിറ്റേജ് കുറവും വരും, വെയിറ്റേജ് കൂടിയുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് കാണാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്കിതിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന ചില ചോദ്യങ്ങൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു ചെറിയ മാർക്കിന്റെ ഒരു ചോദ്യമാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, പക്ഷെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ റീസൺ ഫോർ സീസൺ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോൾ സീസൺ ഉണ്ടാവുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എന്ന് പറയുന്നത് റവല്യൂഷനാണ്, ഭൂമിയുടെ ആ ഒരു പരിക്രമണം എന്നാണ് അതിനെ മലയാളത്തിൽ പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ടിൽറ്റ് ഓഫ് എർത്ത് ആക്സിസ്, അതായത് അച്ചുതണ്ടിന്റെ ചരിവ് എന്ന് പറയുന്നത്. നമുക്കറിയാം അച്ചുതണ്ടിന് ഒരു ചെരിവുണ്ട് അല്ലേ? ചെരിവുണ്ട്, അത് പ്രത്യേകം ചോദിക്കും കേട്ടോ. അതായത് അതിന്റെ ടിൽറ്റ് എത്രത്തോളമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിന്റെ ചരിവ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്നും 23.5 ഡിഗ്രിയും അത് ഓർബിറ്റൽ പ്ലെയിനിൽ നിന്നാണെങ്കിൽ 66 ഡിഗ്രിയുമുള്ള ചെരിവാണ്. ഇനി മൂന്നാമത്തെ ഒരു റീസൺ ആണ് ഈ ചെരിവോട് കൂടിയുള്ള ഭൂമിയുടെ ആ ഒരു പരിക്രമണം അല്ലെങ്കിൽ ആ ഒരു റവല്യൂഷൻ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്. പാരലലിസം. അപ്പൊ ഈ കാര്യങ്ങളാണ്. ഇനി ഇതിൽ നാലാമതായി വരുന്ന ഒരു കാര്യം നിങ്ങൾ സെപ്പറേറ്റ് നോട്ട് ചെയ്യേണ്ടതാണ്, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പോൾ ചോദിക്കാം. റെവല്യൂഷൻ, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മൾ ഈ റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും എന്താണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇനി ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ നിങ്ങൾ അതൊന്ന് നോക്കി വെച്ചാൽ നന്നായിരിക്കും. അത് വേറൊന്നല്ല, പെരിഹീലിയനും അപ്ഹീലിയനും. അതായത് സൂര്യൻ ഭൂമിയോട് അടുക്കുന്ന സാഹചര്യമുണ്ട്, അകലുന്ന സാഹചര്യമുണ്ട്. അപ്പൊ ഭൂമിയോട് അടുക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പെരിഹീലിയൻ എന്ന് പറയുന്നു. ഏകദേശം 147 മില്യൺ കിലോമീറ്റർ മാത്രം സൂര്യൻ ഭൂമിയിൽ നിന്ന് അകലുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ജനുവരി 3-ാം തീയതിയാണ്. അതിനെ പെരിഹീലിയൻ എന്ന് പറയുന്നു. അപ്ഹീലിയൻ ആണെങ്കിൽ ഏകദേശം 152 മില്യൺ കിലോമീറ്റർ. അപ്പൊ 4-ാം തീയതി ആ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ അത് എത്രത്തോളം അകന്ന് നിൽക്കുന്നു അതൊരു എക്സ്റ്റേണലി, കാരണം നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ അതൊരു അധിക വായന എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. പക്ഷെ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി അടുത്ത ഒരു ചോദ്യമാണ് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ തന്നെ എക്സ്പ്ലനേഷൻ. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും, വാട്ട് ഈസ് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്? ദ പാരലലിസം ഓഫ് എർത്ത് ആക്സിസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ എർത്ത് ഈസ് ടിൽറ്റഡ് ഫ്രം ദ വെർട്ടിക്കൽ പ്ലെയിൻ 23.5 ആൻഡ് 66.5 ഫ്രം ദ ഓർബിറ്റൽ പ്ലെയിൻ. അപ്പൊ അത്രത്തോളം അത് അകന്നു നിൽക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ആ ഒരു മെയിൻ്റെനൻസ്, ദ എർത്ത് മെയിൻറ്റെയിൻ ഇറ്റ്സ് ടിൽറ്റ് ത്രൂ ഔട്ട് ഇറ്റ്സ് റെവല്യൂഷൻ ഈസ് കോൾഡ് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്. 2 മാർക്കിന്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെ? ഇനി അടുത്തൊരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ അല്ലെ? സൂര്യന്റെ അയനം. അത് ചിലപ്പോ 2 മാർക്ക് 3 മാർക്ക് ഇങ്ങനെ ഒരു വെയിറ്റേജിൽ വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അപ്പാരന്റ് മൂവ്മെന്റ് അറിയാലോ, 23.5 ഡിഗ്രി നോർത്ത്, 23 ഡിഗ്രി സൗത്ത്. ഈ ഒരു പ്രതലത്തിൽ സൂര്യന്റെ പ്രകാശം മാറി മാറി പതിക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഏതൊക്കെ ഡേറ്റിലാണ് വരുന്നത് എന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതുപോലൊരു ചിത്രം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഡിസംബർ 22-ാം തീയതി, അതേപോലെ തന്നെ മാർച്ച് 21, ജൂൺ 23, സെപ്റ്റംബർ 23 മുതലായിട്ടുള്ള ദിവസങ്ങളിൽ സൂര്യന്റെ പ്രകാശം എവിടെ പതിക്കുന്നു. ഈ സൂര്യന്റെ പ്രകാശം ഈ പതിക്കുന്ന ദിവസങ്ങൾക്ക് പ്രത്യേകത. എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ പറയാണ് മാർച്ച് 21-ന്റെയും സെപ്റ്റംബർ 23-ന്റെയും പ്രത്യേകത എന്താണ്? എന്തായിരിക്കും അതിന്റെ പ്രത്യേകത? ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ആയിരിക്കും. യെസ്, ഈക്വൽ ഡേ ആൻഡ് നൈറ്റ്. അതിന് നമ്മൾ പറയുന്നൊരു പേരുണ്ടല്ലോ, ഇക്വിനോക്സസ് അഥവാ സമരാത്ര ദിനങ്ങൾ. അപ്പൊ നിങ്ങൾ അവിടെ നോട്ട് ചെയ്യേണ്ടത് ആ ദിവസങ്ങളാണ്. അതായത് മാർച്ച് 21, സെപ്റ്റംബർ 23. ഈ സമയത്ത് അറിയാം ഈക്വൽ ഡേ ആൻഡ് ഈക്വൽ നൈറ്റ്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി ഇക്വിനോക്സസിനെ കുറിച്ച് ചോദിച്ചാൽ അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം അപ്പൊ എന്തായിരിക്കും? സമ്മർ സോൾസ്റ്റിസ്. സമ്മർ സോൾസ്റ്റിസ് അഥവാ ഗ്രീഷ്മ അയന ദിനം. അതിലും ഡേറ്റ് ആണ് പ്രധാനം.
ജൂൺ 21 ആണ് അവിടെ നിങ്ങൾ നോക്കേണ്ടത്. ആ സമയത്ത് സൂര്യന്റെ പ്രകാശം എവിടെയായിരിക്കും? സൂര്യന്റെ പ്രകാശം നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് കൂടുതലായും പതിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ അവിടെ എത്തിച്ചേരും. കാപ്രിക്കോണിലാണ്, ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ്. സോ സ്വാഭാവികമായിട്ടും ആ സമയത്ത് അവിടെ പകലിന്റെ അളവ് കൂടുതലായിരിക്കും. ആ ഒരു ഡേറ്റ് നോക്കണം. ഇനി നമ്മളിപ്പോ സമ്മർ സോളിസ്റ്റൈസ് പറഞ്ഞു, പിന്നെ നെക്സ്റ്റ് വരാൻ സാധ്യതയുള്ള 2 മാർക്കിന്റെ ഒരു ചോദ്യമാണ് വിന്റർ സോളിസ്റ്റിക്സ്. അവിടെയാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അതിപ്പോ നമുക്ക് എളുപ്പത്തിന് നമുക്ക് കുട്ടികൾക്ക് ഇപ്പൊ കൺഫ്യൂഷൻ വരാതിരിക്കാൻ നമുക്ക് ഒരു എളുപ്പത്തിൽ പറയാം, സൂര്യൻ എവിടെയാണോ അവിടെയായിരിക്കും പ്രകാശം കൂടുതൽ. അപ്പൊ സൂര്യൻ ഏറ്റവും കൂടുതൽ ഇപ്പോ ക്യാൻസറിലാണെങ്കിലും കാപ്രിക്കോണിലാണെങ്കിലും എവിടെയാണോ സൂര്യൻ നിൽക്കുന്നത് അവിടെ ഡേയുടെ അളവ് കൂടുതലായിരിക്കും. അതായത് ഇപ്പൊ സൂര്യന്റെ പ്രകാശം ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖയിലാണെങ്കിൽ അവിടെയായിരിക്കും കൂടുതലായിരിക്കും. സൂര്യന്റെ പ്രകാശം ദക്ഷിണായന രേഖയിലാണെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ അവിടെയായിരിക്കും ഡേയുടെ അളവ് കൂടുതൽ. എവിടെയാണോ അവിടെ. നടുക്കാണെങ്കിൽ ഈക്വൽ ആയിരിക്കും. 2 പോളിലും ഒരേപോലെ. സെപ്റ്റംബർ 23 മാർച്ച് 20. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഏതാണ് എന്ന് സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും. ഒരു സംശയം വേണ്ട, ഇക്വിനോക്സസ് ആണ്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഇത് വളരെ ഷോർട്ട് ആയിട്ട് നമുക്ക് ഇങ്ങനെ പഠിക്കാം. എന്താണ്? മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23 ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ഇക്വിനോക്സസ്. അതേപോലെ ജൂൺ 21 മോർ ഡേ ആൻഡ് ലെസ് നൈറ്റ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ, അതായത് പകൽ കൂടുതലും രാത്രി കുറവ്. ഇനി ഡിസംബർ 22 വരെയാണെങ്കിൽ ലെസ് ഡേ ആൻഡ് മോർ നൈറ്റ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. കാരണം നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിനെ ഫോക്കസ് ചെയ്താണ് നമ്മൾ കൂടുതൽ പറയുന്നത്. അപ്പൊ ആ ഒരു പ്രത്യേകത നിങ്ങൾ നോട്ട് ചെയ്തിരിക്കണം. അപ്പൊ ഇത് മൊത്തം ഒരു 3 മാർക്കിന്റെ ചോദ്യമായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡേറ്റ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് വളരെ വലിയൊരു ചോദ്യമാണ്. 4 മാർക്കിന്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ഡിഫറൻസസ് ബിറ്റ്വീൻ സ്പ്രിംഗ് ആൻഡ് ഓട്ടം. അപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വസന്തവും ഹേമന്തവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് എളുപ്പമാണ് പഠിക്കാനായിട്ട്. നമുക്കറിയാം വസന്തകാലത്തിന്റെ പ്രത്യേകത എന്താണ്, ഹേമന്തത്തിന്റെ പ്രത്യേകത എന്താണെന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് ഒടുങ്ങി പഠിക്കുന്നതാണ്. ഇപ്പൊ വസന്തകാലം ഹേമന്തകാലം ഒരു 3 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ ഒരു 3 വ്യത്യാസങ്ങൾ നമുക്ക് എഴുതി വെക്കാം. ഏതൊക്കെയാണ് ആ 3 വ്യത്യാസങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സ്പ്രിംഗിന്റെ കാര്യം പറയാം. ഇറ്റ്സ് എ പീരിയഡ് ഓഫ് ഇൻക്രീസ് ദ ടെമ്പറേച്ചർ, അതായത് താപം കൂടിക്കൂടി വരും. അങ്ങനെയാണെങ്കിൽ ഓട്ടം എങ്ങനെയായിരിക്കും? അപ്പോൾ താപം കുറഞ്ഞു വരും. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അല്ലെ? അപ്പൊ ഒരെണ്ണം പഠിച്ചാൽ ഒരെണ്ണം നമുക്ക് കിട്ടും എന്ന് ഞാൻ പറയാം. സ്പ്രിംഗ് സീസണിന്റെ ഒരു പ്രത്യേകതയാണ് പ്ലാന്റ്സ് ആർ ബ്ലൂമിംഗ്. നമുക്കറിയാം മാങ്ങ, ചക്ക ഇതൊക്കെ അല്ലെ പൂക്കളൊക്കെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടം. അതിന്റെ നേരെ ഇലകളൊക്കെ പൊഴിയുന്ന ഒരു കാലമാണ്. ട്രീസ് ആർ ജനറലി ഷെഡ് देयर ലീവ്സ് ഇൻ ഓട്ടം സീസൺ. അതേപോലെ തന്നെ വേറൊരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഡേയുടെ അളവ്, അതായത് പകലിന്റെ അളവ് കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് സ്പ്രിംഗ് സീസൺ. അപ്പൊ ഓട്ടം സീസൺ എങ്ങനെയായിരിക്കും? നേരെ തിരിച്ചായിരിക്കും, അതായത് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് അതെ, വേഗസന്ധ്യ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഒരു ഷുവർ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. സീസൺസിന്റെ ഒരു ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യമാണ് അല്ലെ? നമ്മുടെ വിന്നേഴ്സിന്റെ സ്റ്റഡി മെറ്റീരിയലൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4 മാർക്കിന്റെ ഒരു ചോദ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ കാണുന്ന ടേബിൾ അല്ലെ, ഈ കാണുന്ന ടേബിളിൽ പല കാര്യങ്ങളും വായിച്ചങ്ങളായി എന്നിട്ട് അത് ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കും. മിക്കവാറും ഒരു 4 എണ്ണം ആയിരിക്കും വായിച്ചു കളയാം. ആ 4 എണ്ണം വായിച്ചു കളഞ്ഞിട്ട് അത് ഫില്ല് ചെയ്യാനായിരിക്കും ചോദിക്കാം. അതിന് 4 മാർക്കായിരിക്കും. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്തേക്കാം? നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്നത് ഉത്തരായനം ദക്ഷിണായനം. ഇത് കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അത് അധികം വലിയ മാർക്കിന്റെ അല്ല, 2 മാർക്കിന്റെയാണ്. പക്ഷെ 2 മാർക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലുത് തന്നെയാണ് അല്ലെ? ഓക്കെ, അപ്പൊ ഉത്തരായനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യന്റെ പ്രകാശം ഉത്തരാർദ്ധഗോളത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുന്നതിനാണ് ഉത്തരായനം. അപ്പൊ ദക്ഷിണായനം എന്ന് പറഞ്ഞാലും ദക്ഷിണാർദ്ധഗോളം. അത്രയും സിമ്പിൾ ആണ് ഈ ഒരു കാര്യം അല്ലെ? നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഇനി ഇത്രയാണ് നമ്മൾ സീസൺസിനെ കുറിച്ച് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ വരുന്നത്. പക്ഷേ ഈ ചാപ്റ്ററിൽ വളരെ ചെറിയൊരു പോർഷൻ ആണെന്ന് വിചാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. പക്ഷെ അവിടെ നിന്ന് നല്ല രീതിയിൽ വലിയ രീതിയിൽ ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണത്. അതില് ടൈം. യെസ്, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ടൈമിൽ ഏറ്റവും കൂടുതൽ 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ടൈം ഒരു ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ലോക്കൽ ടൈം. യെസ്,
ലോക്കൽ ടൈം. അപ്പൊ പ്രാദേശിക എന്താണ് സമയം. പ്രാദേശിക ടൈം? അപ്പൊ സമയം നമുക്കിത് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ടൈം ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ അപെക്സ് പൊസിഷൻ ഓഫ് ദ സൺ ആൻഡ് ഷാഡോ കാസ്റ്റ് ബൈ ഇറ്റ്. അതായത് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം നോക്കി സമയം നിർണ്ണയിക്കുന്ന ഈ ഒരു രീതിയാണ് നമ്മൾ ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ സ്ഥലത്ത് സൂര്യൻ എവിടെയാണോ വരുന്നത് അവിടെ ആ ഒരു സമയം അനുഭവപ്പെടും. പക്ഷെ ഇപ്പൊ നമ്മൾ ലോക്കൽ ടൈം അങ്ങനല്ല നോക്കുന്നത്. കാരണം നമ്മളിപ്പോ സമയം നോക്കുന്നത് ഇപ്പൊ ഇന്ത്യ മുഴുവൻ ഒറ്റ സമയമാണ് അല്ലെ. അപ്പോ എല്ലായിടത്തും ഒരേപോലെ സമയം എന്നുള്ളൊരു കൺസിഡറേഷന്റെ ഫലമായിട്ട് നമ്മളിപ്പോ നോക്കുന്നത് സ്റ്റാൻഡേർഡ് ടൈം. ഇപ്പൊ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അപ്പോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, സമയത്തെ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം അതൊരിക്കലും എക്സാമിന് ചോദിക്കില്ല. പക്ഷെ നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് കാൽക്കുലേഷൻ ഓഫ് ടൈം. സമയത്ത് ഇത് വെച്ച് പ്രോബ്ലം വരും. പ്രോബ്ലം വെച്ചാൽ ഭയങ്കര ഡയറക്റ്റ് ഉള്ളൊരു എന്താ പറയുക ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യങ്ങളല്ല നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ പ്രൊസീജിയേഴ്സ് ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണേന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇത് വെച്ചിട്ട് കണക്കുകൾ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ എർത്ത് റൊട്ടേറ്റ് വെസ്റ്റ് ടു ഈസ്റ്റ്, അതായത് ഭൂമി എന്ന് പറയുന്നത് വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ദിവസം പൂർത്തിയാക്കുന്നതിന്, അതായത് ഭൂമി 360 ഡിഗ്രി തിരിഞ്ഞുകൊണ്ടാണ് ഭൂമി ഒരു ദിവസം എന്ത് ചെയ്യുന്നത് പൂർത്തിയാക്കുന്നത്. അതായത് 24 മണിക്കൂർ വേണം ഭൂമിക്ക് 360 ഡിഗ്രി തിരിഞ്ഞു വരാനായിട്ട്. അതായത് 1440 മിനിറ്റ്. അതായത് അതെങ്ങനെ കിട്ടി എന്ന് പല കുട്ടികളും സംശയം ചോദിക്കാറുണ്ട്. അത് വളരെ സിമ്പിൾ ആണ് മക്കളെ. ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂർ. 24 മണിക്കൂർ കൊണ്ട് ഭൂമി 360 ഡിഗ്രി തിരിയുന്നുണ്ട്. അപ്പോ ഭൂമി 1 ഡിഗ്രി തിരിയാൻ എടുക്കുന്ന സമയം നമ്മൾ കണ്ടെത്തണം. അപ്പൊ അതിനു മുൻപ് ഒരു ദിവസം എത്ര മിനിറ്റ് ആണെന്ന് അറിയണം. വളരെ സിമ്പിൾ. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. ഒരു ദിവസം 24 മണിക്കൂറാണ്. അപ്പൊ 60 × 24 ചെയ്യുമ്പോൾ നമുക്ക് 1440 കിട്ടും. അങ്ങനെ ഭൂമിക്ക് എന്താ പറയാ 360 ഡിഗ്രി തിരിയണമെങ്കിൽ 1440 മിനിറ്റ് ആണ് വേണ്ടത്. അതാണ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, നോട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു മണിക്കൂർ കൊണ്ട് ഭൂമി എത്ര ഡിഗ്രി വരെ തിരിയും? അല്ലെങ്കിൽ അടുത്തൊരു ചോദ്യം, ഒരു മണിക്കൂർ വിട് ഒരൊറ്റ ഡിഗ്രി തിരിയാൻ എന്തോരം സമയം എടുക്കുന്നതാണ്. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 360 ഡിഗ്രി തിരിയാൻ 1440 മിനിറ്റ് ആണ്. അപ്പോ ഒരു ഡിഗ്രി മനസ്സിലാക്കണമെങ്കിൽ ഒരു ഡിഗ്രി എത്രത്തോളമാണ് തിരിയുന്നത്, അല്ലെങ്കിൽ ഒരു ഡിഗ്രി തിരിയെടുക്കുന്ന സമയം മനസ്സിലാക്കണമെങ്കിൽ 1440 360 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 4 എന്നാണ്. സോ ദാറ്റ് മീൻസ് ഒരു ഡിഗ്രി തിരിയാനായിട്ട് 4 മിനിറ്റ് ആണ് എടുക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് ഒരിക്കലും ഒരു ഡയറക്റ്റ് ചോദ്യമല്ല. പക്ഷെ അറിഞ്ഞിരിക്കണം. കാരണം ഇനി തുടർന്നുള്ള കാൽക്കുലേഷന് അത് അത്യാവശ്യമാണ്. ഇനി ഈ ചാപ്റ്ററിലെ ഒരു 4 മാർക്കിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ഗ്രീനിച്ച് സമയം അല്ലെങ്കിൽ ഗ്രീനിച്ച് ടൈം. അപ്പോ എക്സാമിന് ചോദിക്കുന്നത് വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ഗ്രീനിച്ച്. ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാം. അപ്പോൾ ഇവിടെ ഒരു 4 പെക്യുലാരിറ്റി ചോദിക്കണം. പിന്നെ ഗ്രീനിച്ചിന്റെ ഒരു 4 പ്രത്യേകത ചോദിക്കണം. നിങ്ങൾക്ക് ഓൺവേർഡ്സിൽ എഴുതാം. അപ്പോൾ മിസ്റ്റർ നമ്മളിപ്പോ ചോദിക്കുകയാണ് ഗ്രീനിച്ചിന്റെ ഒരു 4 പ്രത്യേകത എഴുതാൻ പറഞ്ഞു. ഓൺവേർഡ്സിൽ പറഞ്ഞാൽ മതി. ഒരു 4 പ്രത്യേകത. ഗ്രീനിച്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു 0 ഡിഗ്രി ആണ്. പക്ഷെ എല്ലാവർക്കും അപ്പൊ ഒരു ഡൗട്ട് വരും, 0 ഡിഗ്രി എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ അപ്പൊ അക്ഷാംശ രേഖയല്ലേ 0 ഡിഗ്രി എന്നൊരു ഡൗട്ട് വരാറുണ്ട്. അപ്പൊ നമ്മളത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. രേഖാംശ രേഖ, അതായത് നേർരേഖയിലുള്ള രേഖയാണ് നമ്മുടെ ഗ്രീനിച്ച് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രത്യേകത നമുക്ക് കിട്ടി, ഇതൊരു 0 ഡിഗ്രി രേഖാംശ രേഖയാണ്. ഇനി അടുത്തൊരു പ്രത്യേകത വെച്ചെന്ന് പറയാം. പിന്നെ ഇതിന് ഇങ്ങനെ ഒരു പേര് വരാൻ, എന്തുകൊണ്ടാണ് ഗ്രീനിച്ച് എന്നൊരു പേര് വരാൻ ഉണ്ടായ ഒരു റീസൺ നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് അത്? എനിക്ക് തോന്നുന്നത് അത് ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്തിലൂടെ, അതായത് ബ്രിട്ടന്റെ വാന നിരീക്ഷണശാലയായിട്ടുള്ള റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററി എന്ന് പറയുന്ന അതിനു മുകളിലൂടെയാണ് ഇത് കടന്നു വരുന്നത്. അപ്പൊ 2 ഒരു പോയിന്റ് നമുക്ക് കിട്ടി. ഇനി ഒരു 2 കൂടെ വേണം. പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ ഈ സമയം, എല്ലാ രാജ്യത്തെയും ഏകദേശം സമയം കണക്കാക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? ഈ ഗ്രീനിച്ച്. ഇതല്ലേ ഒരു പ്രധാനി? സമയം കണക്കാക്കാനുള്ള ഏറ്റവും വലിയൊരു പ്രധാനി ഇതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈം മെറിഡിയൻ. മൂന്നാമതൊരു പോയിന്റ് ആണ് പ്രൈം മെറിഡിയൻ അഥവാ പ്രഥമ രേഖ എന്നൊരു ചോദ്യം വേണമെങ്കിൽ വരാം. നിങ്ങൾ പ്രൈം മെറിഡിയൻ തന്നെ എഴുതിയാൽ മതി. മലയാളം മീഡിയം കുട്ടികളാണെങ്കിലും പ്രൈം മെറിഡിയൻ എന്ന് എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഇനി ലാസ്റ്റ് ഞാൻ പറയാം. ഗ്രീനിച്ചിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ലോകത്ത് സമയം നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ഗ്രീനിച്ചിനെ ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് സമയം സ്റ്റാർട്ട് ചെയ്യുന്നതായി സങ്കല്പിച്ചുകൊണ്ട് മൊത്തം 24 സോണുകളായിട്ട് ടൈം സോണുകൾ. എന്താണ് ഒരു ദിവസം എത്ര മണിക്കൂറാ? ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂർ. 24 സോണുകൾ. യെസ്. അപ്പൊ ഗ്രീനിച്ചിനെ ബേസ് ചെയ്തുകൊണ്ട് 24 ടൈം സോണുകളാണ് ഉള്ളത്. 4 പ്രത്യേകത കിട്ടിയല്ലോ. ഇതാണ്. ഇനി 5ാമതെങ്ങാനും ചോദിച്ചാ
നമുക്ക് പ്രത്യേകിച്ച് എഴുതാനൊന്നുമില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് എഴുതാം. ഇന്ത്യൻ സമയത്തേക്കാൾ 5.5 മണിക്കൂർ കുറവാണ് ഗ്രീനിച്ച് ടൈം. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇന്ത്യൻ സമയം എന്ന് പറഞ്ഞാൽ ഗ്രീനിച്ചിനേക്കാൾ സമയം കണ്ടെത്തിയാൽ നമ്മുടെ ഇന്ത്യൻ സമയം എളുപ്പമായിട്ട്. അപ്പോ ഗ്രീനിച്ച് സമയത്തേക്കാൾ, അത് ആദ്യം തന്നെ നോട്ട് ചെയ്യേണ്ട കേസ്, ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിൽ, അതായത് ഇന്ത്യൻ സമയത്തെ കുറിച്ച് വേണമെങ്കിൽ ഒരു ചോദ്യം വരാം. കാരണം ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഗ്രീനിച്ച് ടൈം എന്താണ്, ഗ്രീനിച്ച് ടൈമിന്റെ പ്രത്യേകത ചോദിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ താഴെ ഒരു ചോദ്യം കൂടി ചോദിച്ചു. അപ്പൊ ചോദ്യം ഇതായിരുന്നു, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഗ്രീനിച്ച് ടൈം. അതിനുശേഷം when the time of Greenwich is 7 AM, then what will be the time of India? ഇതാണ് ഒരു ചോദ്യം. കൈകൊണ്ട് കൂട്ടി എഴുതാവുന്നുള്ളൂ നമുക്ക്. പക്ഷെ ആ ചോദ്യം 5 മാർക്കിനുള്ളതാണ്. ഗ്രീനിച്ചിന്റെ പ്രത്യേകതകൾ എഴുതണം. അത് കഴിഞ്ഞിട്ട് ഗ്രീനിച്ച് സമയം 7 മണിയാണെങ്കിൽ ഇന്ത്യൻ സമയം എത്ര മണിയാണ്. അപ്പൊ നമ്മൾ ആദ്യം ഇന്ത്യൻ സമയത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ സമയത്തെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ടല്ലോ, കുറച്ച് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇന്ത്യൻ സമയത്തെ വിളിക്കുന്ന ഒരു പേര് IST അഥവാ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇത് എത്ര ഡിഗ്രിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നതാണ് നമ്മൾ ആദ്യം തന്നെ അറിയേണ്ടത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്ര ഡിഗ്രിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു 82.5 ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണമുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ നമ്മുടെ കാണുമ്പോൾ ഇന്ത്യയുടെ മാപ്പ് നിങ്ങളിവിടെ കാണുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം 68 ഡിഗ്രി ഈസ്റ്റിനും 97 ഡിഗ്രി ഈസ്റ്റിനും ഇടയിലായിട്ട്. അപ്പൊ ഏകദേശം ഒരു 30 ഡിഗ്രിയുടെ ഒരു വ്യത്യാസം കിട്ടുന്നുണ്ട്. അതെ, ഈസ്റ്റ് നിന്ന്. അപ്പോൾ അവിടെ കൊണ്ടൊരു കാര്യം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്രയാണെന്ന് വെച്ചാൽ 82.5 ഡിഗ്രി ഈസ്റ്റ് എന്ന് തന്നെ നിങ്ങൾ എഴുതണം. എന്നാലും ഒരു മാർക്കിന് ചോദിച്ചാൽ അത് ഷുവർ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രീനിച്ചിനെ ബേസ് ചെയ്തുകൊണ്ടൊരു ചോദ്യം ഉറപ്പാണ്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ അടിവരെ ഇട്ട് വെച്ചോളൂ, അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സോ 82.5 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുന്നത് 68 ഡിഗ്രിയുടെയും 97 ഡിഗ്രിയുടെയും കറക്റ്റ് നടുവിലായിട്ട് പോകുന്നതാണ്. അതാണ് ഇന്ത്യയുടെ ഔദ്യോഗിക സമയമായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റർനാഷണൽ ടൈമിനേക്കാൾ അഥവാ ഗ്രീനിച്ച് ടൈമിനേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് കേട്ടോ. അത് നമ്മൾ പറയാം. അപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ആൻസർ ആയി. ഗ്രീനിച്ച് സമയം രാവിലെ 7 മണിയാണെങ്കിൽ ഇന്ത്യൻ സമയം കയ്യിൽ കൂട്ടി പറയാം. 8 മണി, 9 മണി, 10 മണി, 11, 12, 12:30, 12:30. ഇനി ഇത് തന്നെ ഒരു തവണ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. അതായത് when the time of India is 4 PM, then what will be the time of Greenwich? അതായത് ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിയാണെങ്കിൽ ഗ്രീനിച്ച് സമയം എത്ര മണിയാണ്? 5.5 മണിക്കൂർ നമ്മൾ കുറയ്ക്കണം. അപ്പൊ അതും കൈകൊണ്ട് കുറയ്ക്കാന്നുള്ളൂ. 3 മണി, 2 മണി, 1 മണി, 12 മണി, 11 മണി, 10:30, അരമണിക്കൂർ. നമുക്ക് ഇതിനപ്പോ ഒരു ചോദ്യം ഇങ്ങനെ വരില്ലേ? അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യ ഈസ്റ്റിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഈസ്റ്റിലേക്ക് പോകുന്നോണ്ടല്ലേ ഈ സമയം കൂടി വരുന്നത്. അപ്പൊ വെസ്റ്റിലേക്കാണെങ്കിൽ സമയം കുറഞ്ഞാണ് വരുന്നത്. അപ്പൊ ടൈം സോണിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ചോദ്യം വരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ തവണ ചോദിച്ച ഒരു ചോദ്യമാണ്. അതായത് ഗ്രീനിച്ച് സമയം 7 മണിയാണെങ്കിൽ 45 ഡിഗ്രി ഈസ്റ്റിൽ എത്ര മണിയാണ്, 45 ഡിഗ്രി വെസ്റ്റിൽ എത്ര മണിയാണ്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാം. ഗ്രീനിച്ച് സമയം 7 മണി, 45 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര ടൈം സോൺ മുന്നിലാണെന്ന് നോക്കണം. 15 ഡിഗ്രി എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ, 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ, 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ 3 മണിക്കൂർ. അപ്പോൾ ഗ്രീനിച്ച് സമയം 7 മണി. അപ്പോൾ അവിടുന്ന് 3 മണിക്കൂർ മുന്നിൽ. അപ്പോൾ 8 മണി, 9 മണി, 10 മണി. 45 ഡിഗ്രി ഈസ്റ്റിൽ 10 മണിയാണ്, കൂടി വരും. ഇനി 45 ഡിഗ്രി വെസ്റ്റ് നോക്കാം. അവിടെയും 3 മണിക്കൂറാണല്ലോ കുറവ്. ഇവിടെ 7 മണിയാണ്. അപ്പോൾ 7 മണി 6 മണി, 5 മണി, 4 മണി. വെളുപ്പിന് 4 മണി ആയിരിക്കും അപ്പോൾ വെസ്റ്റിൽ. അപ്പോൾ വെസ്റ്റിലോട്ട് പോകുന്നതോറും സമയം കുറച്ച്, ഈസ്റ്റിലോട്ട് പോകുന്നതോറും കൂടി. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തിരിക്കണം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത് ഗ്രീനിച്ച് സമയം എന്താണ്, അതോടൊപ്പം തന്നെ ലോക്കൽ ടൈം നമ്മൾ പറഞ്ഞു. അതോടുകൂടി തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് സമയം എന്താണെന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്, പ്രഖ്യാപിച്ചു പോയിട്ടുണ്ട്. ഇനി ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയവും നമ്മൾ പറഞ്ഞു. ഇനി ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 4 മാർക്കിന്റെ ചോദ്യം കൂടെ പെൻഡിങ് ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ചോദിക്കാറുണ്ട്. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഓക്കെ, ഇതിനെ കുറിച്ചും ഒരു ഇതിന്റെ, അതായത് ഒന്നില്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് ഗ്രീനിച്ചിന്റെ ഒരു ഫീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇതാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഇതും ഒരു 4 മാർക്കിനുള്ള ഒരു ചോദ്യം, ഒരു 4 പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു 4 പോയിന്റ് ക്രിയേറ്റ് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് മിസ്സിനാണ് തോന്നുന്നത് ഒരു 4 കാര്യങ്ങൾ എഴുതണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ 4 കാര്യങ്ങൾ? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഗ്രീനിച്ച് 0 ഡിഗ്രി ആണ് നമുക്കറിയാം. അതെ,
അതിപ്പോ നമുക്ക് 360 ഡിഗ്രി ആണ് മൊത്തമെങ്കിൽ അതിന്റെ പകുതി, അതായത് 180 ഡിഗ്രി ആണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. യെസ്, അപ്പൊ ഒരു പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഗ്രീനിച്ച് 0 ആണ്, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എത്രയാണ്? 180 ഡിഗ്രി ആണ്. യെസ്, വെരി ഗുഡ്. ഇവിടെ ഈസ്റ്റ് വെസ്റ്റ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, 180 ഡിഗ്രി എന്ന് നിങ്ങൾ എഴുതിയാൽ മതി. ഭൂമിയുടെ നേരെ പകുതിയാണ്. അപ്പൊ ഒരു പോയിന്റ് കിട്ടി. ഇനി രണ്ടാമത് പറയണെങ്കിലോ? മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമ്മൾ ഗ്രീനിച്ച് ലൈൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അതൊരു നേർരേഖ ലൈൻ ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത് ഒരു നേർരേഖ ലൈൻ അല്ല, അത് ഇമാജിനറി ലൈൻ ആണ്. യെസ്, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് രണ്ടാമതൊരു പോയിന്റ് കിട്ടി. ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രേറ്റ് ലൈൻ, ഇറ്റ് ഹാസ് സം കർവ്, ഇറ്റ്സ് എ ബ്രോക്കൺ ലൈൻ. ഇതൊരു ചെരിവോട് കൂടിയ ഒരു ലൈൻ ആണ് എന്നുള്ളത് ഒരു പോയിന്റ്. രണ്ടാമതൊരു പോയിന്റ് കിട്ടി. ഇനി മൂന്നാമത് പറയണെങ്കിലോ? അത് ഈ ഇമാജിൻ ലൈൻ ആയതുകൊണ്ട് തന്നെ ഇത് പോകുന്ന ഏതെല്ലാം രാജ്യങ്ങളാണോ ആ രാജ്യങ്ങൾ തമ്മിൽ ഒരു 24 മണിക്കൂറിന്റെ വ്യത്യാസം. യെസ്, അപ്പോ 24 hours ഡിഫറൻസ് ദ ബോത്ത് സൈഡ് ഓഫ് ദിസ് ലൈൻ. ഈ ലൈനിന്റെ ഇരുവശങ്ങളിലും 24 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട് എന്നുള്ളത്. ഇനി ലാസ്റ്റത്തെ ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ, അതായത് ആസ് വൺ ഗോസ് ഈസ്റ്റ് സൈഡ് ഓഫ് ദിസ് ലൈൻ, അതായത് ആരെങ്കിലും ഈ ലൈനിന്റെ ഈസ്റ്റ് സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ അവൻ ഒരു ദിവസം കുറച്ച് കാണേണ്ടതുണ്ട്. കാരണം ഈ ഒരു ലൈൻ കടന്നു പോയിരിക്കുന്നത്, ഈ ലൈനിന്റെ വെസ്റ്റ് സൈഡിൽ വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ, ആ ഒരു ഏഷ്യ, ആ ഒരു ഭാഗങ്ങളാണ്. ഇതിന്റെ ഈസ്റ്റ് സൈഡിൽ വരുന്നതാണ് US അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഭാഗം. കാരണം ഈ ലൈൻ കടന്നു പോകുന്നത് സൈബീരിയക്കും അലാസ്കയ്ക്കും ഇടയിലൂടെ ബെറിംഗ് സ്ട്രേറ്റിലൂടെ ഇത് കടന്നു പോകുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അമേരിക്കയുടെ ഒക്കെ സമയം ഇന്ത്യൻ സമയത്തേക്കാൾ ഒരു ദിവസം വരെ പിന്നിലാണ്. അപ്പോൾ ഇതിന്റെ ഈസ്റ്റ് സൈഡില് ഒരു ദിവസം കുറവും വെസ്റ്റ് സൈഡില് ഒരു ദിവസം കൂടുതലുമാണ്. അപ്പോൾ ഒരാള് ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലോട്ട് വരികയാണെങ്കിൽ അവനൊരു ദിവസം നഷ്ടപ്പെട്ടതായും, ഒരാള് വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ഒരു ദിവസം അതേപോലെ കിട്ടുന്നത്, അല്ലെ, കൂടുതലായി അവർക്ക് കിട്ടുന്ന പോലെയുള്ള അനുഭവം അവർക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ നിങ്ങൾ അത്രയും എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു കാര്യം നിങ്ങൾ ഇതിന്റെ കൂടെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. കാരണം ഇനി ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ പ്രയോജനപ്പെടും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, പക്ഷേ ആണ്. അതേപോലെ നന്നായിട്ട് ഓണം എക്സാമിന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട കാര്യം ടൈം കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ഒരു 3 മാർക്കിനുള്ള ചോദ്യം ടൈമിന് ബേസ് ചെയ്ത് മാക്സിമം 3 മാർക്കാണ്. അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ കാര്യങ്ങൾ വന്നേക്കാം, ഗ്രീനിഷ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഒക്കെ അതുമായി ബന്ധപ്പെട്ടായിരിക്കും വരിക. സ്പ്രിങ്, ഓട്ടം, അതേപോലെ തന്നെ മറ്റു സീസൺസ്, അത് സംഭവിക്കുന്ന ഡേറ്റ്, അപ്പാരന്റ് മൂവ്മെന്റ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങൾ നോക്കി പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ചാപ്റ്ററിൽ നിന്ന് മുഴുവൻ സ്കോർ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചാപ്റ്ററിലെ പ്രധാന ചോദ്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം.